നമസ്കാരം. ടോക്സ് ബൈ ഓം കൃഷ്ണ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഓണത്തിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ട്രെയിനൊക്കെ നോക്കിക്കഴിഞ്ഞ് സമയത്ത് നോക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു, ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ലീപ്പർ ബർത്ത് ബസ് അങ്ങോട്ട് ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ യാത്ര, ആ സ്ലീപ്പർ ബസ്സിലുള്ള എൻ്റെ യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ബുക്ക് ചെയ്തേക്കുന്നത് കൊച്ചിൻ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ലോവർ ബർത്താണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് കിടന്നുറങ്ങി പോകാമല്ലോ. എന്തായാലും ഒരു 6-7 മണിക്കൂർ എടുക്കും ഇവിടുന്ന് കാലിക്കറ്റ് നിന്ന് കോട്ടയം വരെ ബസ്സിൽ പോയി എത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ടൈം പറഞ്ഞിരുന്നത് 11:55 അവർ വന്നപ്പോഴത്തേന് 12:20. പക്ഷേ അത് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വണ്ടി അവിടെ നാട്ടിൽ കോട്ടയം എത്തിയപ്പോഴത്തേനും ഓൾറെഡി 1 hour നേരത്തെയാണ് വണ്ടി അവിടെ. അവർ പറഞ്ഞതിനൊക്കെ 1 hour നേരത്തെയാണ് എത്തിയത്. ഇതാണ് നമുക്ക് പോകാനുള്ള വണ്ടി. അപ്പോൾ ഞാനിങ്ങനെ സ്ലീപ്പർ ബർത്ത് ബസ് ബുക്ക് ചെയ്തത് ആദ്യമായിട്ടല്ല പോകുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ പോയപ്പോൾ എനിക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു കിട്ടിയിരുന്നത്. കാര്യം സ്ലീപ്പർ ബർത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ബസ്സിലിരുന്ന് ഈ കുലുക്കവും ഇതും കാരണം മര്യാദ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇത്തവണ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു മര്യാദ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്. കാരണം ഭാരത് ബെൻസിൻ്റെ ബസ്സാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളതിനേക്കാൾ അപേക്ഷിച്ച് ഒരു 10-200 രൂപ 300 രൂപ അടുത്ത് കൂടുതലും ഉണ്ടായിരുന്നു ഫെയർ. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ വിചാരിച്ചത് അത്യാവശ്യം നല്ല കംഫർട്ടാണെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ എന്നെ ഒട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് 6 feet ആണ്, അത്യാവശ്യം വണ്ണമുണ്ട്. അപ്പോൾ ഇനി എന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അതുപോലെ ബെർത്തിൻ്റെ പൊസിഷനൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബെർത്ത്. ഞാനിന്ന് കിടന്നു വന്ന ബെർത്ത് ഇതാണ്. പക്ഷേ എന്നെ ശരിക്കും പറഞ്ഞാലൊന്ന് വിഷമിപ്പിച്ചൊരു കേസ്, ഈ വണ്ടി കൊച്ചി വൈറ്റിലായപ്പോഴത്തേന് വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് ബസ് മാറി കയറേണ്ടതായിട്ട് വന്നു. അത് കുറച്ചൊന്ന് വിഷമിപ്പിച്ചു. കാര്യം നല്ല സുഖമായിട്ട് ഉറങ്ങി വന്നിട്ട് പെട്ടെന്ന് ബസ് ഇറങ്ങി മാറി കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെ പാടെ ഡൗണായി പോയിന്ന് മാത്രമല്ല ഉറക്കവും പോയി. എന്തായാലും നമുക്കാരെയും കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലോ. നട്ടിലും ബോൾട്ടിലും ഓടുന്ന വണ്ടികളല്ലേ, തകരാറുകൾ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എന്നെ അത് വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടില്ല. പിന്നെ നേരം വെളുത്തായിരുന്നു, അപ്പോഴത്തേനും ഉറക്കം പോയതുകൊണ്ട് ചെറിയൊരു വിഷമം വന്നെങ്കിലും ഞാൻ വലിയ രീതിയിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാനത് പ്രകടിപ്പിച്ചുമില്ല. എന്തായാലും മൊത്തത്തിൽ ഞാൻ അവരുടെ സർവീസിൽ ഹാപ്പിയാണ്. എനിക്ക് ടോട്ടൽ കാലിക്കറ്റ് ടു കോട്ടയം എനിക്ക് 1260 രൂപയാണ് ഫെയർ ആയത്. അതല്പം കൂടുതലല്ലേ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് വേറെ ബസ് അവൈലബിലിറ്റിയോ ട്രെയിൻ അവൈലബിലിറ്റിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് ഈ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും എന്നെ സംബന്ധിച്ച് ഈ ഒരു തുകയ്ക്ക് ഈ ഒരു യാത്ര എന്തായാലും വർത്തായിരുന്നു. അതുപോലെ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വേറിട്ട അനുഭവങ്ങൾ നിങ്ങളുടെ യാത്രകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ്, അതിപ്പോൾ ട്രാവൽ ആയാലും ഫുഡ് ബ്ലോഗിങ് ആയാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കോമൺ മാൻ്റെ വേറിട്ട അനുഭവങ്ങളെക്കുറിച്ചുള്ള മറ്റ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്